മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ പോയ പ്രതാപനെ നിരന്തരം വിശ്വനാഥൻ്റെ ആത്മാവ് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, തൻ്റെ മരണത്തിനും അതുപോലെ തൻ്റെ മകൻ വീൽചെയറിലാകാനും കാരണക്കാരനായവനെ അറിഞ്ഞിരിക്കണം, അത് താൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കണം എന്ന് നിരന്തരം വന്ന് പറയുന്നത് പ്രകാരം കിളി പോയ പ്രതാപന് ഈ സത്യം ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ. മുത്തശ്ശിയോടും അതുപോലെ മകളോടൊക്കെ പറഞ്ഞിട്ട് അവരാരോടെയും പറയില്ല എന്ന് വ്യക്തമായിട്ടറിയാം. ആ സമയത്താണ് മാർക്കോയാണെങ്കിൽ പ്രതാപനെ കാണാൻ വരുന്നത്. മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ട് മഹാലക്ഷ്മിയും കണ്ണനെയും ഉപദ്രവിക്കാൻ പോയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി കാണാൻ വരുന്ന മാർക്കോയെ ഞെട്ടിച്ചുകൊണ്ട് പ്രതാപൻ ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നുണ്ട്. അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മഹാലക്ഷ്മിക്ക് ഒരു താക്കീത് പോലെ പറയുകയും ചെയ്യുന്നുണ്ട്. എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു, മുന്നേ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മഹി പറയുന്നു, അപ്പോഴൊന്നും പറയാൻ പറ്റിയില്ല, കണ്ണേട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ മേലാത്തത് കൊണ്ട്. എന്തായാലും അറിയേണ്ടവരെല്ലാം ഈ സത്യങ്ങൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതാപൻ്റെ ഈ ഒരു ബോധമില്ലായ്മ അറിഞ്ഞ കണ്ണന് തൻ്റെ മനസ്സിലെ സംശയം ഒന്നും കൂടി ബലപ്പെടുത്തുന്നുണ്ട്. അതായത് തൻ്റെ അച്ഛൻ്റെ മരണത്തിനും 12 വയസ്സ് മുതൽ അടുത്ത കാലഘട്ടം വരെ താൻ വീൽചെയറിലാകാനും കാരണക്കാരൻ പ്രതാപൻ തന്നെയാണോ? അപ്പോൾ ആ കാര്യം മഹിയോട് സംശയം എന്ന രൂപത്തിൽ ചോദിക്കുന്ന സമയത്ത് മഹിയാണെങ്കിൽ അപ്പോഴും താൻ അറിഞ്ഞ സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. എനിക്കിപ്പോൾ എന്തായാലും ഉറപ്പാകുന്നടോ, കാരണം എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്തായാലും നമ്മളെ വേദനിപ്പിക്കുന്ന ഇത്രയധികം ശത്രുക്കളുണ്ടായിട്ടും അയാളുടെ പിന്നാലെ മാത്രം നടന്ന് ശല്യം ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ അയാൾ തന്നെയായിരിക്കും. അതേസമയം മഹി ഉത്തരം പറയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ടെൻഷൻ അടിച്ചിരിക്കുന്ന മഹിയെ കണ്ടിട്ട് കണ്ണൻ വിചാരിക്കുന്ന എന്താ, ഇനി അയാളും കാണാൻ ആയിരിക്കുമോ? ഈ കാര്യങ്ങളൊന്നും മഹിക്കറിയാമെന്ന് കണ്ണൻ അറിയുന്നേ ഇല്ലല്ലോ, അങ്ങനത്തെ ടെൻഷൻ ആയിരിക്കുമെന്നാ വിചാരിച്ചതുപോലും. അതേസമയം ഉണ്ണിയാണെങ്കിൽ ഓഫീസിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പം മഹിയോട് മോശമായിട്ട് പെരുമാറുന്ന ഉണ്ണിയെ കണ്ട് കണ്ണനാണെങ്കിൽ ഉണ്ണിക്ക് താക്കീത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയോട് മര്യാദയ്ക്ക് പെരുമാറണം, ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ ഉടമ അയാളാണെന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുമ്പം ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ മനസ്സിനെ കീറി മുറിച്ചുകൊണ്ട് ആ കാര്യം പറയുന്നുണ്ട്. ബഹുമാനവും കാല് കഴുകി കുടിക്കുന്നതും ഒക്കെ താങ്കൾ മതി, എനിക്കവരെ ബഹുമാനിച്ച് കാല് കഴുകി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് മഹിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിൻ്റെ ജോലി നഷ്ടമായതിൻ്റെ അനിഷ്ടം എന്നോടും ഉണ്ണേട്ടനോടൊന്നും തീർക്കണ്ട. എന്തുകൊണ്ടാണ് ജോലി നഷ്ടമായെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ജോലി നഷ്ടമാകുകയോ അല്ലെങ്കിൽ ഇനി തന്നുകൊണ്ടിരിക്കുന്ന ശമ്പളം ഇല്ലാണ്ടാക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഒരു കാര്യം കണ്ണേട്ടൻ മറക്കണ്ട, ഈ സ്ത്രീ കാരണം കണ്ണേട്ടൻ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉണ്ണി പോകുമ്പോഴത്തേക്കും മഹിക്കാണെങ്കിൽ വീണ്ടും ടെൻഷനാകുന്നു. കാരണം പ്രതാപൻ കാരണം ഇപ്പം സത്യങ്ങളെല്ലാം മാർക്കോ അറിഞ്ഞു. അധികം താമസിക്കാതെ ഇനി മറ്റുള്ളവരും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി പറഞ്ഞതിന് സത്യം എന്നോണം അധികം താമസിക്കാതെ വരില്ലേ എന്നുള്ളൊരു സംശയം മഹിയെ അലട്ടുന്നു. അതേസമയം വാമദേവനാണെങ്കിൽ ഇരിക്കാനും കഴിക്കാനും ഉറങ്ങാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. പ്രതാപൻ വരുന്നവരുടെയും പോകുന്നവരുടെയും മൊത്തം ഈ സത്യം, അതായത് പ്രതാപനാണ് വിശ്വനാഥനെ കൊന്നതും കണ്ണനെയും വിശ്വനാഥനെയും ഇങ്ങനെ ആ അവസ്ഥയിലാക്കാൻ കാരണക്കാരൻ വാമദേവൻ്റെ കൊട്ടേഷൻ പ്രകാരമാണ് എന്നൊക്കെ ഉള്ള കാര്യം വിളിച്ചു പറയുന്നത് കാരണമാണ് കരുണയും താനാണ് കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള കാര്യം അറിഞ്ഞത്. തൻ്റെ അച്ഛൻ്റെ തനിക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല, മാനസികമായി തകർന്ന അവസ്ഥയാണെന്ന് പറയുമ്പോൾ വാമദേവൻ അതിനേക്കായും പേടി ഇനി കണ്ണനോ ഉണ്ണിയോ ദുർഗയും കാണാൻ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരൊക്കെ പ്രതികരിക്കാൻ പോകുന്നത്. ഇപ്പം പ്രതാപൻ മാത്രമാണ് പിച്ചിമ്പയും പറയുന്നെങ്കിൽ അത്രയ്ക്കിത്രയെന്ന് വെച്ച് വിടായിരുന്നു. ഇപ്പം പ്രതാപൻ എല്ലാവരുടെയും പറയുന്നത് എൻ്റെ കൂടെ അന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു മഹാലക്ഷ്മി, അവളോട് ചോദിച്ചാൽ മതി, അവൾക്ക് സത്യങ്ങളെല്ലാം അറിയാമെന്നാണ് പറയുന്നത്. ആ ഒരു വിഷമം സീമന്തിനിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അവൻ വരുന്നവരോടും പോകുന്നവരോടും മൊത്തം സത്യം വിളിച്ചു പറയുക. ഇപ്പോൾ അയാളെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്ന മനുഷ്യ, സ്ഥലകാല ബോധമില്ലാതെ അയാൾ എന്തെങ്കിലും പിച്ചും പേയും പറയുകയാണെന്നല്ലേ എല്ലാവരും കരുതുള്ളൂ. അതല്ലടി സീമന്തിനി പ്രശ്നം. അവൻ പറയുന്നത് മുഴുവനും മഹിയോട് ചോദിച്ചു നോക്ക്, മഹി അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവളാണ് ഏക സാക്ഷി എന്നൊക്കെയാണ് പറയുന്നത്. അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കെതിരെ അവൾ സത്യമല്ലേ എല്ലാവരുടെയും പറയൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കാണ് തട്ടുകേടെന്ന് പറയുന്ന സമയത്ത് സീമന്തിനി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ അങ്ങ് തീർത്ത് കളാം, അവൾ തീർന്നു കഴിഞ്ഞാൽ ഈ സത്യം പിന്നെ ആരും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിലൊരല്പം വാസ്തവമുണ്ടെന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് മഹാലക്ഷ്മി വാമദേവനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. കാരണം മഹിക്കറിയാം വാമദേവൻ കാരണമാണ് പ്രതാപൻ ഇങ്ങനൊരു കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്തതെന്നുള്ള കാര്യം. എന്നാൽ അതേസമയം കണ്ണനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. താൻ അറിഞ്ഞ കാര്യങ്ങളിൽ അല്ലെങ്കിൽ തനിക്ക് തോന്നിയ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന കണ്ണനെ ഞെട്ടിച്ചുകൊണ്ട്
പ്രതാപൻ ആ ഞെട്ടിക്കുന്ന സത്യം വിളിച്ചു പറയുന്നു. നിന്റെ അച്ഛനെ കൊന്നതും നിന്നെ വീൽചെയറിലാക്കാനും കാരണക്കാരൻ ഞാനാണ്, വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന് പറയുന്നത് കേട്ട് ആകെ ഷോക്കായിട്ടിരിക്കുവാണ് കണ്ണൻ. അങ്ങനെ കണ്ണൻ ചില ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ആവുന്നതും പറഞ്ഞ് കണ്ണനെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതാപൻ ബോധമില്ലാതെ പറയുക, മോൻ അതൊന്നും കേട്ട് വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നെങ്കിലും കണ്ണൻ്റെ സംശയം ഉറപ്പാകുന്നു. എത്രയും പെട്ടെന്ന് മാർക്കോയെയും ലോപ്പസിനെയും കാണാൻ പോകുന്ന കണ്ണനാണെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. അപ്പം മാർക്കോ പറയുന്നുണ്ട്, സാർ അറിഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളല്ല, സത്യമാണ്, അതിൽ വാസ്തവമുണ്ടെന്ന് ഇന്നത്തെ ദിവസം ഞാനും തിരക്കി കണ്ടുപിടിച്ചതാണെന്ന് പറയുന്നത് കേട്ടിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ചോരയ്ക്ക് ചോര, പ്രതികാരം ചെയ്യണം. എൻ്റെ അച്ഛനെ കൊന്നവനെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എൻ്റെ അച്ഛനോട് ഈ ക്രൂരത കാണിച്ചവനെ എനിക്ക് തീർച്ചയായിട്ടും കണക്ക് ചോദിച്ചേ പറ്റൂ എന്ന് പറയുമ്പം വാമദേവനെ കണ്ണൻ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് വാമദേവനിട്ട് പണി കൊടുക്കാൻ പോകുന്നത് ഒന്നും അറിയാതെ ഉണ്ണിയും ദുർഗയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ വാമദേവൻ കണ്ണൻ വിളിച്ചതും പ്രകാരം ഓടിയെത്തുന്നു. എന്തോ അത്യാവശ്യ കാര്യം പറയാനാണ് എന്ന് കരുതി വരുന്ന വാമദേവനെ ഞെട്ടിച്ചുകൊണ്ട് മാർക്കോയും ലോപ്പസും അയാളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ചോരയ്ക്ക് ചോര, പ്രതികാരം, എൻ്റെ അച്ഛനെ കൊന്നത് നീയല്ലേ, നിനക്ക് ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് മാർക്കോയാണെങ്കിൽ തല്ലുന്നുണ്ട്. അപ്പം മാർക്കോ തല്ലുന്നത് കണ്ടിട്ട് വാമദേവൻ പിടിവിട്ട് ഓടി വന്ന് കണ്ണനോട് കാല് പിടിച്ച് പറയുന്നു, മോനെ മാർക്കോ എന്നെ തല്ലരുതെന്ന് പറ, ഇവ എന്തിനാ എന്നെ തല്ലുന്നത്, നിന്നോട് പ്രതികാരം ചെയ്യുന്നത് മാർക്കോയല്ല ഞാൻ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് ലോപ്പസിൻ്റെ കയ്യിൽ നിന്ന് ആ കത്തി മേടിച്ച് കണ്ണനാണെങ്കിൽ വാമദേവൻ്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു കുത്തുന്ന ആ ഒരു ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പം വാമദേവൻ്റെ ജീവൻ ഇതോടെ തീരുമോ, അല്ലെങ്കിൽ കണ്ണൻ ആ പ്രതികാരം തീർക്കുമോ ഇല്ലയോ, ഇനി മഹാലക്ഷ്മിയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്നൊക്കെ കാത്തിരിക്കാം.